ഹായ് ഓൾ, വെൽക്കം ടു സർക്യൂട്ട് ട്രിപ്പിൾ ക്ലാസ്. നമ്മുടെ ഡി സി മെഷീൻ ലെക്ചർ സീരീസിലെ അടുത്ത ഒരു വീഡിയോ ആണ്. അതായത് വേവ് വൈൻഡിങ്ങിന്റെ വൈൻഡിങ് ഡയഗ്രാം എങ്ങനെ നമുക്ക് വരയ്ക്കാം. അതായത് ഡെവലപ്ഡ് ഡബിൾ ലെയർ വൈൻഡിങ് ഡയഗ്രാം ഒരു ഡി സി മെഷീനിന്റെ എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. ഓൾറെഡി നമ്മൾ ലാപ്പ് വൈൻഡിങ്ങിന്റെ ഡബിൾ ലെയർ ലാപ്പ് വൈൻഡിങ് നമ്മുടെ ഡി സി മെഷീനിൽ ഡബിൾ ലെയർ ലാപ്പ് വൈൻഡിങ് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ളത് നമ്മൾ നോക്കിയായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് നമുക്കൊരു ക്വസ്റ്റ്യൻ എടുത്ത് നമുക്കത് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡ്രോ ദ ഡെവലപ്ഡ് വൈൻഡിങ് ഡയഗ്രാം ഓഫ് എ 2-layer വേവ് വൈൻഡിങ് ഫോർ എ 4-pole ഡി സി മെഷീൻ വിത്ത് 13 സ്ലോട്ട്സ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇറ്റ്സ് എ ടു ലെയർ ഡബിൾ ലെയർ. അപ്പൊ 13 സ്ലോട്ട്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ദാറ്റ് വിൽ 26 കണ്ടക്ടേഴ്സ് ആർ ദെയർ. അല്ലെ, 26 കണ്ടക്ടർ ഉണ്ട്, 4 പോൾ മെഷീനും ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാന്നുള്ളത്. ആദ്യം നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഓർ കോയിൽ സൈഡ്സ് എന്ന് പറയുന്നത് Z is equal to 13 into 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 26. അതായത് 2 ലെയർ ആയതുകൊണ്ടാണ് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട് നമ്പർ ഓഫ് പോൾസ് എന്ന് പറയുന്നത് 4 എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ആവറേജ് പിച്ച് കണ്ടുപിടിക്കണം. ആവറേജ് പിച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് YA is equal to YB plus or minus YF by 2. YB എന്ന് പറയുന്നത് ബാക്ക് പിച്ചും YF എന്ന് പറയുന്നത് ഫ്രണ്ട് പിച്ചും ആണ്. അപ്പോൾ Z plus or minus 2 divided by P. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഉപയോഗിക്കാം. സോ YA equal to Z plus or minus 2 by P എന്നുള്ള ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ YA is equal to 26 plus or minus 2 by 4. അപ്പോൾ 26 plus 2 divided by 4 എന്ന് പറയുമ്പോൾ എന്താ 28 by 4 നമുക്ക് 7 എന്ന് കിട്ടും. 26 minus 2 divided by 4 ചെയ്യുമ്പോൾ നമുക്ക് 24 by 4 6 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് അവിടെ 7 അല്ലെങ്കിൽ 6 എന്നുള്ളത് നമുക്ക് കിട്ടും. ഇനി അപ്പോ ഈ കിട്ടിയ വാല്യൂസിൽ YAക്ക് 2 വാല്യൂസ് കിട്ടി, ഒരു ഓഡ് നമ്പറും കിട്ടി, ഒരു ഈവൻ നമ്പറും കിട്ടി. ഓൾവേസ് നമ്മൾ ഓഡ് നമ്പർ സെലക്ട് ചെയ്യുക. അപ്പൊ YB പ്ലസ് YF ഇസ് ഈക്വൽ ടു 2 into 7, അങ്ങനെ 14 എന്ന് പറയുന്നത് കിട്ടും. അപ്പൊ അത് കിട്ടാനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ ഇക്വേഷനിൽ YB പ്ലസ് ഓർ മൈനസ് YF by 2 എന്നുള്ളത് ഈ ഇക്വേഷൻ എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഓഡ് നമ്പർ എടുക്കുമ്പോൾ നമുക്ക് YB പ്ലസ് YF ആണ് എടുക്കുന്നത്. കാരണം എന്താ, 26 plus 2 divided by 4 ചെയ്തപ്പോഴാണ് നമുക്ക് 7 കിട്ടിയത്. അതുകൊണ്ട് YB plus YF by 2 is equal to 7, YB plus YF equal to 14 നമ്മൾ എടുത്തു. അപ്പൊ അതിന് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുത്തു. രണ്ടാമത്തത് സിമ്പിൾ പ്രോഗ്രസീവ് വേവ് വൈൻഡിങ്സിന് നമ്മൾ എന്ത് ചെയ്യുക, YB is equal to YF, അതായത് ബാക്ക് പിച്ചും ഫ്രണ്ട് പിച്ചും ഈക്വൽ ആണെന്നുള്ളത് നമ്മൾ എടുക്കുക. അപ്പൊ ബാക്ക് പിച്ചും ഫ്രണ്ട് പിച്ചും ഈക്വൽ ആണ്. അത് രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 ഇക്വേഷനും കൂടെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക് പിച്ചിന്റെയും ഫ്രണ്ട് പിച്ചിന്റെയും വാല്യൂ കിട്ടും. അതായത് 7 7 എന്ന് പറഞ്ഞ് കിട്ടും. 2 ഈക്വൽ ആണ് അല്ലെ. YB ഈക്വൽ ടു YF ആയതുകൊണ്ട് നമുക്ക് YB ഈക്വൽ ടു 7, YF ഈക്വൽ ടു 7. അപ്പൊ ഒരു വൈൻഡിങ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ് എന്ന് പറയുന്നത് YA ഈക്വൽ ടു Z പ്ലസ് ഓർ മൈനസ് 2 by P എന്നുള്ള ഇക്വേഷനും സിമ്പിൾ പ്രോഗ്രസീവ് വേവ് വൈൻഡിങ്ങിന് ബാക്ക് പിച്ചും ഫ്രണ്ട് പിച്ചും ഈക്വൽ ആണെന്നുള്ളതും മനസ്സിലാക്കുക. അപ്പൊ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്രണ്ട് പിച്ചും ബാക്ക് പിച്ചും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, കണക്ഷൻ ടേബിൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വൈൻഡിങ് ടേബിൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അപ്പൊ ലാപ്പ് വൈൻഡിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് വൈൻഡിങ് ടേബിൾ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം അതും ഇതുമായിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ വൈൻഡിങ് കണക്ഷൻ ടേബിൾ നമ്മൾ ചെയ്യുമ്പോൾ ടോപ്പിൽ നമ്മൾ എന്താ, ബാക്ക് പിച്ച് 7, ഫ്രണ്ട് പിച്ച് 7 നമ്മൾ എഴുതി. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് 1 plus 7 is equal to 18 അല്ലെ. 1 plus 7 എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഇവിടെ നോക്കിയോ, 1 plus 7 is equal to 8. അടുത്തത് 8 plus 7 is equal to 15. അപ്പൊ ഇവിടെ വരുന്ന നമ്പർ എന്താണോ അതിന് നമുക്ക് ഇവിടെ കൊണ്ടുവരുന്നത് 8 plus 7 equal to 15. അപ്പോ എന്താണ് ലാപ്പ് വേവ് നമ്മളുടെ വ്യത്യാസം വൈൻഡിങ് കണക്ഷൻ ടേബിൾ എഴുതുമ്പോൾ? വൈൻഡിങ് കണക്ഷൻ ടേബിൾ ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ 1 plus ബാക്ക് പിച്ച് എന്നാണ് നമ്മൾ ഇവിടെ തുടങ്ങുന്നത്. ഇവിടെ എത്തുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് പിച്ച് കൊണ്ട് നമ്മൾ മൈനസ് ആ ചെയ്യുന്നു. ഓക്കെ,
ഫ്രണ്ട് പിച്ച് കൊണ്ട് മൈനസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പം 8 ആണെങ്കിൽ 8 മൈനസ് ഫ്രണ്ട് പിച്ച് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷെ വേവ് വൈൻഡിന്റെ കേസിൽ നമ്മൾ രണ്ട് സൈഡിൽ ആഡ് ആണ് ചെയ്യുന്നത്. അപ്പൊ 1 + 7 = 8. അപ്പൊ 8 എന്തുവാ, 8 + 7 15. അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേവ് വൈൻഡിങ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഇതാണ് നമ്മുടെ കോയിൽ. അത് കഴിഞ്ഞ് വേവ് വൈൻഡിങ് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. അതായത് ഈ വൈൻഡിങ്ങിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇസ് എക്സാക്ട്ലി ലൈക്ക് എ വേവ്. ഒരു വേവ് പോകുന്ന പോലെ നമുക്ക് വരയ്ക്കുന്നതുകൊണ്ടാണ് എന്തോ നമുക്ക് ഇങ്ങനെ എഴുതുന്നത്. അപ്പൊ 1 + 7 8, 8 + 7 15. അപ്പൊ അടുത്ത എന്തോ 15 എവിടെ പോകുന്നു, 15 + 7 22, 22 + 7 29. അപ്പൊ 29 എന്ന് പറയുമ്പോൾ എന്തോ വി ഹാസ് ഓൺലി 26 കണ്ടക്ടേഴ്സ് ആർ there. അപ്പം എപ്പോഴാണോ 26നെക്കാട്ട് കൂടുതൽ വരുന്നത് ആ നമ്പറിൽ നമ്മൾ 26 കൊണ്ട് മൈനസ് ചെയ്യുക. അപ്പൊ 29 - 26, അതാണ് നമുക്ക് 3 കിട്ടിയത്. അതാണ് ഞാൻ ബ്രാക്കറ്റിൽ മാർക്ക് ചെയ്ത് 3 എന്ന് എഴുതിയിരിക്കുന്നത്. എഗെയിൻ അടുത്തത് 3 + 7 10, 10 + 7 17, 17 + 7 24, 24 + 7 എഗെയിൻ 31. 26നെക്കാട്ട് കൂടുതലാണ്. സോ 26 മൈനസ് ചെയ്ത് 5, 5 + 7 12, 12 + 7 19, 19 + 7 26, 26 + 7 33, 33 എന്ന് പറയുന്നത് എഗെയിൻ 26നെക്കാട്ട് കൂടുതലാണ്. സോ 33 - 26 7, 7 + 7 14, 14 + 7 21, 21 + 7 28. ഇവിടെയും എന്തോ 26നെക്കാട്ട് കൂടുതലാണ്. സോ 28 - 26 2 എന്ന് കിട്ടി. സോ 2 + 7 9, 9 + 7 16, 16 + 7 23, 23 + 7 30. അഗെയിൻ 26നെക്കാട്ട് കൂടുതൽ. 30 - 26 4, 4 + 7 11, 11 + 7 18, 18 + 7 25, 25 + 7 32. 32 കൂടുതലാണ് അല്ലെ. 26 കുറയ്ക്കുക 6, 6 + 7 13, 13 + 7 20, 20 + 7 27. അഗെയിൻ 26 മൈനസ് ചെയ്യുക 1. സോ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1 നിന്ന് 26 വരെയുള്ള എല്ലാ നമ്പേഴ്സും നമ്മുടെ ഈ വൈൻഡിങ് കണക്ഷൻ ടേബിളിൽ വന്ന് കാണും. ഇനി ഈ ഒരു വൈൻഡിങ് കണക്ഷൻ ടേബിൾ വെച്ചിട്ട് നമുക്കൊരു ഫിഗർ നമുക്ക് വരയ്ക്കാം. അതാണ് നമുക്ക് അടുത്തത് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ വൈൻഡിങ് ഡയഗ്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് നമുക്ക് എന്താ, ഒരു റെഫറൻസ് ലൈൻ വരയ്ക്കുക. ഒരു 4 റെഫറൻസ് ലൈൻസ് വരയ്ക്കുക. വളരെ ലൈറ്റ് ആയിട്ട് വരയ്ക്കുക. കാരണം ഈ ലൈൻസ് നമുക്ക് വേണ്ട, നമുക്ക് വൃത്തിയായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഈ റെഫറൻസ് ലൈൻസ് നമ്മൾ വരയ്ക്കുന്നതേ ഉള്ളൂ. സോ ജസ്റ്റ് ഡ്രോ ദ റെഫറൻസ് ലൈൻ. സോ ആഫ്റ്റർ ദാറ്റ് നമുക്ക് എന്താ, കണ്ടക്ടേഴ്സ് വരയ്ക്കണം. സോ ഐ പുട്ടിങ് കണ്ടക്ടേഴ്സ്. ഇപ്പൊ കണ്ടക്ടേഴ്സ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഡബിൾ ലെയർ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡാർക്ക് ലൈൻ ഫോളോഡ് ബൈ എ ഡോട്ടഡ് ലൈൻ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ തന്നെ വരച്ചു പോവുക ആയിരിക്കും എളുപ്പം. സോ നമുക്ക് ഇങ്ങനെ എത്രയാ 26 കണ്ടക്ടേഴ്സ് നമുക്ക് വരയ്ക്കാം. ഓൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ഡോട്ടഡ് ലൈൻസ്. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്പർ ചെയ്യുക. ഓക്കെ, അപ്പോൾ 26 ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ, ജസ്റ്റ് നമ്പർ ചെയ്യുക. അത് 1 2 3 4 5 അപ് ടു 26. അപ്പൊ കറക്റ്റായിട്ട് കിട്ടി നമുക്ക്. ഇനി എന്ത് ചെയ്യണം, നമ്മുടെ ഫസ്റ്റ് ഇത് വരയ്ക്കുക. എന്താണ്, 1 + 7 = 8. അപ്പൊ ഫസ്റ്റ് കോയിലും 8th കോയിലുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് വൃത്തിയായി വരയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ഫസ്റ്റ് കണ്ടക്ടർ വരച്ചിരിക്കുന്നതും 8th കണ്ടക്ടർ വരച്ചിരിക്കുന്നതും തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. അതായത് ഈ ഡിസ്റ്റൻസ് ഒന്ന് മെഷർ ചെയ്തിട്ട് ഈ പോയിന്റിലുള്ള ഇതും ഈ പോയിന്റും കൂടെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. ആ ഡിസ്റ്റൻസിന്റെ പകുതി എടുത്ത് ഈ പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാരലൽ വരയ്ക്കും വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. ഇനി അപ്പൊ മേളിൽ വരയ്ക്കുന്നതാണ് എന്താ, ബാക്ക് പിച്ച്, താഴെ വരയ്ക്കുന്നത് ഫ്രണ്ട് പിച്ച്. അപ്പൊ 1 + 7 8. അടുത്ത സ്റ്റെപ്പിൽ എന്താ എഴുതിയേ, 8 + 7 15 എന്ന് എഴുതി. അതായത് ഫ്രണ്ട് പിച്ചില്ലേ, നമുക്ക് വീഡിയോസ് നേരത്തെ ഉള്ളത് നോക്കാം, വൈൻഡിങ് കണക്ഷൻ ടേബിൾ നോക്കാം. അപ്പൊ 1 + 7 8, അടുത്തത് 8 + 7 15. അപ്പൊ 15 നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് സെൻട്രൽ പോയിന്റ് എടുക്കുക. സോ 8 then 15. അടുത്ത 15 + 7 22 ആണ്. അപ്പൊ 15 നിന്ന് 22ലേക്ക് പോവാണ്. 22 നിന്ന് +7 എന്ന് പറയുന്നത് 29 ആണ്. 29 മോർ ദാൻ 26. അപ്പൊ 3ലേക്കാണ് പോകേണ്ടത്. സോ അപ്പൊ ഈ ലൈനിലോട്ട് പോകുന്നു പറഞ്ഞാൽ 3 ആയിട്ടായിരിക്കും മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാൻ നമുക്ക് എവിടെ നിന്നാണോ വരയ്ക്കുന്നത് അത് ഡാർക്ക് ലൈൻ ആണെങ്കിൽ ഡാർക്ക് ലൈൻ വരയ്ക്കുക. ഡോട്ടഡ് ലൈനിലോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഡോട്ടഡ് ലൈൻ വരയ്ക്കുക. അപ്പൊ നോക്കിയേ, ഇതിന്റെ ഒരു ഷേപ്പ് നോക്കിയേ. ഈ ഷേപ്പ് എന്ന് പറയുന്നത് എന്താ, ഒരു വേവ് പോലെയാണ് ഇരിക്കുന്നത്. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു വേവ് പോലെ പോകുന്നതുകൊണ്ടാണ് ഇതിനെ വേവ് വൈൻഡിങ് നമ്മൾ പറയുന്നത്. എന്നാൽ ഇപ്പൊ നമ്മൾ ഒരെണ്ണം വരച്ചു, ഇനി എന്താ, അടുത്തത് 3 ആയി. അപ്പൊ 3 + 7. അപ്പൊ അടുത്ത കണ്ടക്ടർ എന്ന് വരികയാണ്. അഗെയിൻ 3. ആ വൈൻഡിങ് കണക്ഷൻ ടേബിൾ വെച്ചിട്ട് നമുക്ക് ഇപ്പൊ വരച്ചത് പോലെ അങ്ങ് വരച്ചു കഴിഞ്ഞാൽ വി ഗെറ്റ് ദ നെക്സ്റ്റ് വൺ ഓൾസോ. അഗെയിൻ മൂന്നാമത്തത് നമ്മൾ വരയ്ക്കുന്നു, റൈറ്റ്. അപ്പൊ ഇങ്ങനെ നമ്മുടെ വൈൻഡിങ് കണക്ഷൻ ടേബിൾ നോക്കിയിട്ട് ഫുൾ വൈൻഡിങ് ഡയഗ്രാം നമ്മൾ വരച്ച് തീർക്കുക.
സോ അഗെയിൻ ആ വൈൻഡിങ് കണക്ഷൻ ടേബിൾ വെച്ചിട്ട് നമുക്ക് ഓരോ ഇതിൽ വരയ്ക്കാം. അപ്പൊ ഞാനിവിടെ 2, 4, 6 എന്ന് എഴുതിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിന്റെ ബാക്കി എന്ന് പറയുന്നത് 2ലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് അർത്ഥം. റൈറ്റ്? സോ 3, സോ എവരിത്തിങ് ഞാൻ വരച്ചു കഴിഞ്ഞു. ഓക്കെ, സെയിം തിങ് ഇവിടെ മാർക്ക് ചെയ്യുക. സോ വൈൻഡിങ് ഡയഗ്രം കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ആ വൈൻഡിങ് കണക്ഷൻ ടേബിൾസ് വെച്ച് കംപ്ലീറ്റ് ചെയ്തു. സോ ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ റെഫറൻസ് ലൈൻ വേണ്ട എനിക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് അല്ലെങ്കിൽ സെയിം മെഷർമെന്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് റെഫറൻസിന് വരച്ചത്. ഈ റെഫറൻസ് ലൈൻ വേണ്ട, റെഫറൻസ് ലൈൻ റിമൂവ് ചെയ്തു. അതുകൊണ്ട് ലൈറ്റ് ആയിട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്കത് ക്ലബ് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യണം? വി ഹാവ് ടു മാർക്ക് ദ പോൾസ് ആൻഡ് ദ കറന്റ് ഡയറക്ഷൻ, പിന്നെ കമ്മ്യൂട്ടർ സെഗ്മെന്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം നോർത്ത് പോൾ നമ്മൾ മാർക്ക് ചെയ്യാണ്. സൗത്ത് പോൾ മാർക്ക് ചെയ്തു, നോർത്ത് പോൾ മാർക്ക് ചെയ്തു, സൗത്ത് പോൾ മാർക്ക് ചെയ്തു. അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം 26 കണ്ടക്ടേഴ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ എത്രയാ? 4 പോൾസേ ഉള്ളൂ. അപ്പൊ 26 ഡിവൈഡഡ് ബൈ 4 ചെയ്ത്, അപ്പൊ ഒരു പോൾ എത്രയാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി 26/4 ചെയ്ത് കഴിഞ്ഞാൽ 7.5 നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അതായത് ഒരു പോളിന്റെ അകത്ത് 7.5 അല്ല 26 അല്ലേ നമുക്ക് വരും. ഓക്കെ, 7 അല്ല 6.5 വരുന്നുണ്ട്. അപ്പം 6.5 വെച്ച് നമുക്ക് ഒരിക്കലും നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ ലോവസ്റ്റ് ചെയ്ത് നോക്കിയാൽ 24 ഡിവൈഡഡ് ബൈ 4 എന്ന് വെച്ചാൽ 6 എന്ന് നമുക്ക് എടുക്കാം. അപ്പൊ നമ്മൾ എന്താ 6 കണ്ടക്ടേഴ്സ് വെച്ചിട്ട് ഓരോ പോൾസിലായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, അപ്പൊ 2 കണ്ടക്ടേഴ്സ് ബാക്കി കാണും. അപ്പൊ ഇവിടെ നോക്കിയേ, ഞാൻ വരച്ചിരിക്കുന്നത് ഒന്നാമത്തെ മുതൽ 1, 2, 3, 4, 5, 6 വരെ നമ്മുടെ നോർത്ത് പോളിലുണ്ട്. എന്നിട്ട് ഒരു കണ്ടക്ടർ ഞാൻ വിട്ടു. ആ ഒരു കണ്ടക്ടർ ഞാൻ വിട്ടത് മാർക്ക് ചെയ്യാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. റെഡ് കളർ ഞാൻ മാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതൊന്ന് വിട്ടു. അത് കഴിഞ്ഞ് 6 സൗത്ത് പോൾ എടുത്തു. അത് കഴിഞ്ഞ് ഒരു 6 നോർത്ത് പോൾ എടുത്തു. പിന്നെ ഒരെണ്ണം ഞാൻ വിട്ടു. ബാക്കിയുള്ള 6 കൂടെ എന്ത് ചെയ്തു? ഇതിലേക്ക് മാർക്ക് ചെയ്തു, സൗത്തിലേക്ക് മാർക്ക് ചെയ്തു. അപ്പോ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നോക്കിയേ, നോർത്തിലും സൗത്തിലും ഈക്വൽ ആയിട്ട് തന്നെ നമ്മൾ, അല്ലാതെ നമ്മൾ ആദ്യത്തെ 24 എടുത്തിട്ട് അവസാനത്തെ 2 കളയരുത്. അപ്പം ഇവിടെ നോക്കിയേ, ഒരു നോർത്ത് പോൾ സൗത്ത് പോൾ എടുത്തു കഴിഞ്ഞാൽ, അപ്പം നോർത്ത് പോൾ സൗത്ത് പോൾ എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു സെഗ്മെന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഒരെണ്ണം വിട്ടു. അതേപോലെ അടുത്ത സെഗ്മെന്റ് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണം വിട്ടു. അപ്പൊ ഒന്ന് നോക്കിയാൽ, ഒന്ന് ഡാർക്ക് ലൈനും പോയി, ഒരു ടോട്ടൽ ലൈനും പോയി. അപ്പൊ ഈ 2 കണ്ടക്ടേഴ്സിൽ നിന്ന് എന്താണ് കണക്ഷൻസ് ഒന്നും ഇല്ല. അപ്പൊ ഈ 2 കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ സാധാരണ എന്തോ ഡമ്മി കോയിൽ എന്ന് പറയുന്നത്. ഇറ്റ്സ് കോൾഡ് ഡമ്മി കോയിൽ. അപ്പൊ ഒരു മെക്കാനിക്കൽ ബാലൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡമ്മി കോയിൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഡമ്മി കോയിൽസ് എന്തിനാണ് വേവ് വൈൻഡിങ്ങിൽ യൂസ് ചെയ്യുന്നുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ഇതിനെയാണ് ഡമ്മി കോയിൽസ് എന്ന് പറയുന്നത്. സോ മാർക്ക് ചെയ്തു. ഇനി കറണ്ട് ഡയറക്ഷൻ മാർക്ക് ചെയ്യാണ്. സോ നോർത്ത് പോളിൽ കറണ്ട് ഡയറക്ഷൻ ഡൗൺവേർഡ് ആയിട്ട്, സൗത്തിൽ അപ്വേർഡ് ഡയറക്ഷനിലായിട്ട് ഞാൻ മാർക്ക് ചെയ്യാണ്. കറണ്ട് ഡയറക്ഷൻ അപ്വേർഡ് ഡയറക്ഷൻ മാർക്ക് ചെയ്തു. സെയിം തിങ് ഇതിലും മാർക്ക് ചെയ്തു. ഫൈൻ. അപ്പൊ കറണ്ട് ഡയറക്ഷൻസ് എല്ലാം ഞാൻ മാർക്ക് ചെയ്തു. കറണ്ട് ഡയറക്ഷൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്തോ കമ്മ്യൂട്ടർ സെഗ്മെന്റ്സ് മാർക്ക് ചെയ്യണം. സോ മൊത്തം 13 സ്ലോട്ട്സ് ആണുള്ളത്. സോ 13 സ്ലോട്ട്സ് വരച്ചു. ഓരോ കോയിൽ സൈഡ് 13 കമ്മ്യൂട്ടർ സെഗ്മെന്റ്സിൽ മാർക്ക് ചെയ്തു. ഇനി എന്താ, ബ്രഷ് കറക്റ്റ് ചെയ്യണം. ബ്രഷ് കറക്റ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, കറണ്ട് ഡയറക്ഷൻ നോക്കിയിട്ട് വേണം നമുക്ക് തീരുമാനിക്കാൻ. ഇപ്പൊ കറണ്ട് ഡയറക്ഷൻ എളുപ്പത്തിൽ നമുക്ക് നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു സെഗ്മെന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ സെഗ്മെന്റ് കണക്ട് ചെയ്തിരിക്കുന്നത് 2 കോയിൽസും, ഒന്ന് അപ്വേർഡും ഒന്ന് ഡൗൺവേർഡും ആണെങ്കിൽ കുഴപ്പമില്ല. സോറി, രണ്ടും സെയിം ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ അവിടെ ബ്രഷ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ കണ്ടക്ടേഴ്സ് നോക്കുക. രണ്ടാമത്തെ കണ്ടക്ടേഴ്സിൽ 7th വൺ അപ്വേർഡ് ആണ്, 26th അപ്വേർഡ് ആണ്. അപ്പൊ രണ്ടും സെയിം ഡയറക്ഷനിലോട്ട് പോകുന്നതുകൊണ്ട് നമ്മൾ അവിടെ ഒരു ബ്രഷ് കണക്ട് ചെയ്തു. അതേപോലെ നമുക്ക് 12ാമത്തെ സെഗ്മെന്റ്സിലും 20ഉം ഒന്നുമാണ് വരുന്നത്. 20 ഡൗൺവേർഡും 1 ഡൗൺവേർഡ് ആണ്. സോ അതുകൊണ്ട് അവിടെ ബ്രഷ് കണക്ട് ചെയ്തു. ഇപ്പൊ 2 ബ്രഷസ് സെയിം, 2 വൈൻഡിങ്സിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സെയിം ഡയറക്ഷനിലാണെങ്കിൽ അത് ഏത് കമ്മ്യൂട്ടർ സെഗ്മെന്റ് ആണോ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? അവിടെ നമ്മൾ ബ്രഷ് ഉപയോഗിക്കുക. ബാക്കിയുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അതിലൊന്നും വരത്തില്ല, ഇതിൽ മാത്രമേ വരുന്നുള്ളൂ. സോ ഒരു ബ്രഷും അപ്പം പോസിറ്റീവ് നെഗറ്റീവ്. അപ്പൊ എന്ത് ചെയ്തു? പോസിറ്റീവ് നെഗറ്റീവ് ബ്രഷസ് ആയിട്ട് മാർക്ക് ചെയ്തു. സോ ഇതാണ് എന്തോ ഡെവലപ്ഡ് വൈൻഡിങ് ഡയഗ്രം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമുക്കറിയാം വേവ് വൈൻഡിങ്ങിൽ കമ്പാരിസൺ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുണ്ട്. കമ്പാരിസൺ ലാപ്പ് വൈൻഡിങ്, അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, വേവ് വൈൻഡിങ്ങിൽ നമ്പർ ഓഫ് ബ്രഷസ് എന്ന് പറയുന്നത് 2 തന്നെയാണ്. പക്ഷെ ലാപ്പ് വൈൻഡിങ്ങിലാണെങ്കിൽ നമ്പർ ഓഫ് ബ്രഷസ് എന്ന് പറയുന്നത് ലാപ്പിൽ എത്ര പോൾസ് ഉണ്ടോ അല്ലെ എത്ര പാരൽ പാസ് ഉണ്ടോ അത്രയും ബ്രഷസ് ഉണ്ട്. ഇവിടെ നമുക്ക് വേവ് വൈൻഡിങ്ങിൽ പാരൽ പാത്ത് എന്ന് പറയുന്നത് ഓൾവേസ് 2 ആണ്. സോ ദ നമ്പർ ഓഫ് ബ്രഷസ് ഓൾവേസ് വിൽ ബിക്കം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു വേവ് വൈൻഡിങ്ങിന്റെ ഡെവലപ്ഡ് വൈൻഡിങ് ഡയഗ്രം നമ്മൾ വരയ്ക്കുന്നത്.
ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, തന്നിരിക്കുന്ന പോസ്റ്റ് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വൈൻഡിങ് ഡയഗ്രം ഡബിൾ ലെയർ ആണോ സിംഗിൾ ലെയർ ആണോ എന്നുള്ളത് മനസ്സിലാക്കുക. സ്ലോട്ട്സ് എത്ര തന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പൊ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ ഫ്രണ്ട് പിച്ചും ബാക്ക് പിച്ചും കണ്ടുപിടിക്കുക, വൈൻഡിങ് കണക്ഷൻ ടേബിൾ മാർക്ക് ചെയ്യുക, ദെൻ ഡയഗ്രാം വരയ്ക്കുക. സോ ഇതാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു, വൈൻഡിങ് ഡയഗ്രാം എങ്ങനെ വരയ്ക്കണം എന്നുള്ളതിന്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.